ബി.ജെ.പിയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം. ബാക്കി റിജില് ഏറ്റോളും, ഇതിൽ ചെയ്തോളും. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. ഇവിടെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടല്ലോ. അദ്ദേഹത്തിന്റെ ബി.ജെ.പി നേതാക്കന്മാരെ മുഖമുദ്ര. ഞാൻ സ്നേഹത്തിന്റെ കടയിലല്ല. പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ പറയുന്നയാളാണ്, ഞാൻ വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചയാളാണ്, ഞാൻ വളരെ മോശക്കാരനാണ്, അങ്ങനെയൊക്കെയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശ്ശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ്, അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്, നിങ്ങൾ ജാഗ്രത പാലിക്കണം, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് മാത്രല്ല, നിങ്ങൾ ഞാൻ മാറില്ല, പറയൂ. ഞാൻ മാറില്ല, ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്ന ആളാണ്. അത് വർഗീയതയല്ല, ഫാക്ട് ആണ്. ഞാൻ മാറ്റി പറഞ്ഞില്ല എന്ന് നിങ്ങളെ പറഞ്ഞില്ല. ഞാൻ ഉറച്ചു നിൽക്കുന്ന ആളാണ്. കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് പറയില്ല. അത് നിങ്ങളുടെ എന്റെ സ്വഭാവം അതല്ല. ടെൻഷൻ ആവണ്ട, ബി പി കൂട്ടണ്ട, അങ്ങ് ബി പി കൂട്ടണ്ട, അങ്ങ് ബി പി കൂട്ടണ്ട, ആ ബി പി കൂട്ടണ്ട, ഞാൻ പറഞ്ഞോട്ടെ, അങ്ങ് ബി പി കൂട്ടണ്ട. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഞാൻ നേരത്തെ ഉണ്ടായിരുന്നത് ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ എന്നൊരു ഫാക്ടറിയിലായിരുന്നു. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ, പരമത വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലത്ത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ, നിങ്ങൾ പോവല്ലേ, ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, നിങ്ങൾ പോവല്ലേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കെ സുരേന്ദ്രൻ വന്ന സംസാരിച്ചല്ലേ പറഞ്ഞത് നിങ്ങള്? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ദേഷ്യമില്ല, എന്ത് ദേഷ്യം? ഒരു ദേഷ്യമില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? പറയുന്ന രീതി കാണുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങയുടെ ധാർഷ്ട്യം, അങ്ങയുടെ ധിക്കാരം, അങ്ങയുടെ മുഖഭാവം, അങ്ങയുടെ പുച്ഛം, മറ്റുള്ളവരോടുള്ള പുച്ഛം, ഇതൊക്കെ മുഖത്ത് കാണുന്നുണ്ട്. അങ്ങയുടെ മുഖത്ത് കാണുന്നുണ്ട്. അങ്ങക്ക് എല്ലാവരോടും പുച്ഛമുണ്ടല്ലോ, സർവജ്ഞപീഠം കയറിയ അഹങ്കാരമുണ്ടല്ലോ, അങ്ങയുടെ മുഖത്ത് കാണുന്നുണ്ട്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അങ്ങക്ക് ഇപ്പൊ ദേഷ്യം കൂടുന്നുണ്ട്, അങ്ങക്ക് ദേഷ്യം കൂടുന്നുണ്ട്, അങ്ങക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട്, നിങ്ങൾക്ക് ബി പി വരുന്നുണ്ട്. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ, നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? നിങ്ങളെ കാണുമ്പോൾ ഇതാണ് നിങ്ങളെ പ്രശ്നം. ചോദിച്ചാൽ ഉത്തരം പറയുന്നത്. ദൈവമേ, ഇത് 2 കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. ഇതാണ് വിദ്വേഷം അമിപ്പിക്കുന്ന പ്രേക്ഷകരെ, ഇതാണ് വിദ്വേഷം അമിപ്പിക്കുന്ന വർഗീയതയുടെ ഫാക്ടറി. ആ ഫാക്ടറിയാണ് ഞാൻ ഇറങ്ങി പോന്നിട്ടുള്ളത്. തൃശ്ശൂർ ടൗണിൽ മുസ്ലിങ്ങളുടെ കട കൊടുത്തുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന പരമത വിദ്വേഷത്തിന്റെ ഫാക്ടറി ഞാൻ ഗോപാലകൃഷ്ണൻ അഭിമാനമേ ഉള്ളൂ. എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. ഞാൻ പറഞ്ഞോട്ടെ ഗോപാലകൃഷ്ണ, ഞാൻ പറഞ്ഞോട്ടെ ഗോപാലകൃഷ്ണ, നിങ്ങൾ ഈ മാതൃഭൂമിയിൽ ഇറക്കി വിട്ടതാ. നിങ്ങൾക്ക് എന്ത് ടെൻഷൻ? ഞാൻ ഇറങ്ങിപ്പോയതാ, രണ്ടുപേരും ഇറങ്ങിപ്പോയതാ. നിങ്ങളെ വെള്ളം കൊടുക്കൂ. ഗോപാലകൃഷ്ണൻ
ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ടെൻഷൻ ഒരു വന്നിരിക്കുകയാണ്. ടെൻഷനും BP ഇല്ല. കൂടുന്നുണ്ട്. ആൾക്ക് ആ, വരും, വെള്ളം പറ്റും. കൊടുക്കണം. ആൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലും വരും, പേടിക്കും. അതെ, അയാൾ വരും. എനിക്ക് ആ ടെൻഷൻ വെള്ളമല്ലേ? ആയിരിക്കും. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല അതോ ഇതുപോലെ മദ്യം കിട്ടും. തോറ്റതിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ കഴിച്ചോ? ടെൻഷൻ അടിച്ചാലോ? മനസ്സിലായില്ലേ? എന്തിനാ ഇങ്ങനെ? നിങ്ങൾ നിങ്ങൾക്ക് എന്തിനാ എന്താണ്? നിങ്ങൾക്ക് എന്തിനാ എന്താണ്? ടെൻഷൻ? ഈശ്വര ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ദേഷ്യപ്പെടുന്നത് എന്താ വാരേ നന്നാവാത്തെ? അതെ ആദ്യം നീ നന്നാകാൻ നോക്ക് എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് കേട്ടാ. സങ്കടം എന്താ വാരേ കരയല്ലേ? നന്നാവാത്തെ? കരയല്ലേ? എടോ കരയല്ലേ? എടോ വാരേ കരയല്ലേ ഗോപാലകൃഷ്ണ? എടോ വാരേ താനെന്താ നന്നാവാത്തെ? എടോ വാരേ താനെന്താ നന്നാവാത്തെ? ചൊരുക്ക് എന്നോട് തീർക്കല്ലോ ലോനപ്പാ. അതെടാ ചൊരുക്ക് തന്നെയാ ലോനപ്പാ എന്തേട്ടോ ഉണ്ടോക്കി കാണിക്കരുത്. ഇല്ല ഏട്ടോ. നന്നായി ഭാര്യ നന്നായി കാണുന്നുണ്ടോ? നിങ്ങളുടെ ചാണക രക്ഷപ്പെട്ട് വന്നിരിക്കുക. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് അദ്ദേഹം എടുത്ത നിലപാടിന് പാലക്കാട് ജനത അംഗീകാരം നൽകി. ബെസ്റ്റ് ഓഫ് ലക്ക്. തന്നെ പോലത്തെ ഒട്ടക ഗോപാലകൃഷ്ണനാണോ കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, നെയിം കോളിംഗ് ഒന്നും വേണ്ട. ഇത് നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു പോവാ. അദ്ദേഹം പറയാൻ വന്ന കാര്യം പറഞ്ഞു തീർക്കട്ടെ. സന്ദീപിന് പോവാൻ വേണമല്ലോ. അല്ല, അതല്ല ഉദ്ദേശം ഞാൻ മാറി. ഞാൻ മാധുവിനോട് 10 മിനിറ്റ് പറഞ്ഞു വന്നാണ്. ഞാൻ ഞാനൊരു കാര്യം പറയാം. അപ്പൊ എന്റെ സംസാരിക്കുന്നത് സമയം നിശ്ചയിക്കണം. ഞങ്ങളുടെ പഴയ ആളോടാ സംസാരിച്ചത്. ഞാൻ പൂർത്തിയായി. അതാ കണ്ടോ? ഇനി അദ്ദേഹം പറയട്ടെ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. തൃശ്ശൂർ ടൗണിൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുടെ കടകൾ വരുന്നു. അതുകൊണ്ട് അത് തടയേണ്ടതാണ്. അതിന് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യത്തെ അദ്ദേഹം ഓൺ ചെയ്യും. അത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി പറയാൻ പാടില്ലാത്തത്ര വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. അതിനെ ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആ വിദ്വേഷം വമിപ്പിക്കുന്ന ഫാക്ടറിയിൽ ഗോപാലകൃഷ്ണനോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്നുള്ള എന്റെ സ്റ്റാൻഡ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതിനൊന്നും ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്റെ ഭൂതകാലത്ത് നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയും ആ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിക്കുകയും ചെയ്തതിനു ശേഷം ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലാണുള്ളത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ആ കോൺഗ്രസ് പാർട്ടിയിൽ മതനിരപേക്ഷയുടെ ഭാഗത്താണുള്ളത്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. ഒന്ന്, അന്തസ് വേണോടാ അന്തസ്. ഇത്രയും എന്താ പറയാ ചീത്ത സ്വഭാവങ്ങളുള്ള ഒരാളാണ് ഞാൻ എന്നാണ് അപ്പൊ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പറയുന്നത്. അയാൾ മോശക്കാരനാന്നൊക്കെ അദ്ദേഹം പറയുന്നത്. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. അപ്പോ അങ്ങനെ ഒരാളെയാണോ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ കാര്യം കഴിഞ്ഞ മാസം അദ്ദേഹം എന്നെ ഏൽപ്പിച്ചത്? ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ കാര്യം ചർച്ച ചെയ്ത് ആ പയ്യനുമായി നിരന്തരം സംസാരിക്കാനും മകളുമായി സംസാരിക്കാനും ഒക്കെ ഏർപ്പാടാക്കിയത് എന്നെയല്ലേ? ഞാനിത് ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. പറയാൻ വെച്ചതല്ല. പക്ഷെ വ്യക്തിപരമായിട്ട് എന്റെ അച്ഛനെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, അങ്ങയുടെ മകളുടെ വിവാഹ കാര്യം ഒരു മാസക്കാലം മുമ്പ് ഏൽപ്പിച്ചത് എന്നെയായിരുന്നു. സംസാരിക്കാൻ വേണ്ടി ഒന്നും മറക്കരുത്. ഇല്ലാത്ത സമയം ഉണ്ടാക്കി സംസാരിച്ച ആളാണ് ഞാൻ. അതിലേക്കൊന്നും കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദയവ് ചെയ്ത് ഉച്ചവും പരിഹാസവും ദയവ് ചെയ്ത് ഉച്ചവും പരിഹാസവും അവസാനിപ്പിക്കുക, ധാർഷ്ട്യം അവസാനിപ്പിക്കുക, ധിക്കാരം അവസാനിപ്പിക്കുക. ഗോപാലകൃഷ്ണ, നിങ്ങൾ ധിക്കാരവും ധാർഷ്ട്യം അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ധിക്കാരവും ധാർഷ്ട്യം അവസാനിപ്പിക്കുക. നിങ്ങൾക്കാണ് നാണക്കേട് വേണ്ടത്. ഈ ദിവസം നിങ്ങൾക്കാണ് നാണക്കേട് വേണ്ടത്. നാണുണ്ടോ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എത്ര നിങ്ങൾക്കാണ് ഈ ദിവസം തനിക്ക് ഞാൻ കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. കടുത്ത അത്തരം നമ്മളൊരു ചർച്ചയിലാണ് ഗോപാലകൃഷ്ണൻ, നമ്മളൊരു ചർച്ചയിലാണ്. അങ്ങ് മറന്നു പോരുത്, അങ്ങ് മറന്നു പോരുത്. ഇതൊരു ചർച്ചയാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ചർച്ചയിൽ ഉപയോഗിക്കേണ്ടത് ശരിയായ പദപ്രയോഗങ്ങളാണ്. ഒരിക്കലും മോശം പദപ്രയോഗങ്ങൾ നടത്താൻ പാടില്ല. ചർച്ചയുടെ ഡെക്കോറം കീപ്പ് ചെയ്യണം. രാഷ്ട്രീയ സംവാദമാണ്. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. വ്യക്തിപരമായി നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു തെറ്റായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.